എല്ലാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 12,000 കണക്ഷനാണ് ഒരു സെഷൻ ഓഫീസ്. ഇവിടെ 25,000 കണക്ഷൻ ഉണ്ട്. സ്വാഭാവികമായും 2 അധിക സ്റ്റാഫുകൾ നിയമിക്കണം. ആ സ്റ്റാഫുകളെ നിയമിക്കാൻ ഇവിടുത്തെ MLA ഭരണവർഗമോ തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ അഹങ്കാരത്തിന്റെ ധിക്കാരത്തിന്റെ മറുകുടമായി ഒരു വിഭാഗം ജീവനക്കാരോട് കഴിയുന്നത്. ഒരു കാര്യത്തിൽ മാത്രം അവർക്ക് യാതൊരു തർക്കവുമില്ല. റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഈ കാലഘട്ടത്തിൽ ജീവിത ചുറ്റുപാടുകളുമായി മുന്നോട്ട് പോകാൻ പറ്റാത്തതിന്റെ പേരിൽ, തൊഴിലില്ലാത്തതിന്റെ പേരിൽ, ജീവിക്കുവാൻ ദൈനംദിനം അടുക്കളയിലെ 2 നേരം ആഹാരം വെക്കുവാൻ വകയില്ലാത്തതിന്റെ പേരിൽ, തൊഴിലില്ലാത്തതിന്റെ പേരിൽ ഒരു ദിവസമെന്നാണ് വരുമാനം കുറവിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രിസിറ്റി ബില്ലും അടച്ചില്ല എങ്കിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ വന്ന് ഫീസ് വരുന്ന കാര്യത്തിൽ ഇവർക്ക് യാതൊരു മടിയുമില്ലാത്ത തരത്തിലേക്ക് പോകുന്നു. ശാസ്താംകോട്ട വാട്ടർ അതോറിറ്റി പൈസ അടച്ച് കേബിൾ വലിച്ച് ഇവിടെ 110 kV ഡെഡിക്കേറ്റഡ് ഫീഡർ സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട്. എന്താണ് ഡെഡിക്കേറ്റഡ് ഫീഡർ സംവിധാനം? ഇലക്ട്രിസിറ്റിയിൽ നിന്ന് പൈസ അടച്ച് അവർ പൈസ ചെലവഴിച്ച് വാട്ടർ അതോറിറ്റിക്ക് മാത്രമായി കറണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് സിനിമാ പറമ്പിൽ നിന്നും ശാസ്താംകോട്ട വാട്ടർ അതോറിറ്റിയിലേക്ക് ഈ ഫീഡർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആ ഡെഡിക്കേറ്റഡ് ഫീഡറിൽ നിന്നാണ് വാട്ടർ അതോറിറ്റിയെ കബളിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ പൊതുജനങ്ങൾക്കും ബിസിനസ് താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ, ലാഭത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ സ്വകാര്യ കുത്തക മുതലാളിമാർക്കടക്കം കറണ്ട് കൊടുക്കുന്നത്. ഇവിടെ 2 സ്പെഷ്യലായി 110 kV ഫീഡർ സ്ഥാപിക്കണമെന്ന് 4-5 വർഷത്തെ പരാതികളും പ്രശ്നങ്ങളും ഉണ്ടായതൊക്കെ ഇതുവരെ ഫീഡർ സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടുത്തെ ഇലക്ട്രിക് ലൈനുകൾ മൊത്തം തകർന്ന് തരിപ്പണമാകുന്നു. 40-50 വർഷമുള്ള അലൂമിനിയം കേബിളുകളാണ് ഇത് പോകുന്നത്. ഈ സർക്കാർ വന്നതിന് ശേഷം അലൂമിനിയം കേബിളുകൾ മേടിക്കേണ്ട എന്നും മാറ്റി സ്ഥാപിക്കേണ്ട എന്നും ഫൈബറിന്റെ കേബിളുകൾ സ്ഥാപിക്കാമെന്നും ഉത്തരവുണ്ടായിട്ടും പക്ഷേ ഇതുവരെ ഫൈബറിന്റെ കേബിളുകൾ അതിന് പകരമായി സ്ഥാപിക്കുകയോ അതല്ലെങ്കിൽ വാങ്ങുവാനോ തയ്യാറായില്ല എന്ന് മാത്രമല്ല, പകരം പൊട്ടി ജനങ്ങളുടെ ജീവന് പോലും ഭീഷണിയാകുന്ന തരത്തിൽ കേബിളുകൾ താഴെ കിടന്നിട്ട് അത് മാറ്റുവാൻ പോലും തയ്യാറാകാത്ത തരത്തിലേക്ക് കേരളത്തിലെ ഇലക്ട്രിസിറ്റി മാറിയിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 12,000 കണക്ഷനാണ് ഒരു സെഷൻ ഓഫീസ്. ഇവിടെ 25,000 കണക്ഷൻ ഉണ്ട്. സ്വാഭാവികമായും 2 അധിക സ്റ്റാഫുകൾ നിയമിക്കണം. ആ സ്റ്റാഫുകളെ നിയമിക്കാൻ ഇവിടുത്തെ MLA ഭരണവർഗമോ തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ അഹങ്കാരത്തിന്റെ ധിക്കാരത്തിന്റെ മറുകുടമായി ഒരു വിഭാഗം ജീവനക്കാരോട് കഴിയുന്നത്. ഒരു കാര്യത്തിൽ മാത്രം അവർക്ക് യാതൊരു തർക്കവുമില്ല. റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഈ കാലഘട്ടത്തിൽ ജീവിത ചുറ്റുപാടുകളുമായി മുന്നോട്ട് പോകാൻ പറ്റാത്തതിന്റെ പേരിൽ, തൊഴിലില്ലാത്തതിന്റെ പേരിൽ, ജീവിക്കുവാൻ ദൈനംദിനം അടുക്കളയിലെ 2 നേരം ആഹാരം വെക്കുവാൻ വകയില്ലാത്തതിന്റെ പേരിൽ, തൊഴിലില്ലാത്തതിന്റെ പേരിൽ ഒരു ദിവസമെന്നാണ് വരുമാനം കുറവിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രിസിറ്റി ബില്ലും അടച്ചില്ല എങ്കിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ വന്ന് ഫീസ് വരുന്ന കാര്യത്തിൽ ഇവർക്ക് യാതൊരു മടിയുമില്ലാത്ത തരത്തിലേക്ക് പോകുന്നു. ഇതിനെതിരെ സന്ധിയില്ലാത്ത സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം സംഘടിപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശാസ്താംകോട്ട കിഴക്ക് പടിഞ്ഞാറ് മണ്ഡലം കമ്മിറ്റികൾക്ക് 1000 അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. KCBയുടെ മുന്നിൽ കോൺഗ്രസ് നടത്തിയ ഈ പ്രതിഷേധ സമരം നേരത്തെ നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതിഷേധത്തിന്റെ സൂചനാ സമരമാണ്. വരും നാളുകളിൽ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടോ ഈ കെടുകാര്യസ്ഥതയ്ക്കെതിരെ, ധിക്കാരത്തിനെതിരെ ഈ ഓഫീസിന് മുന്നിൽ സമരം നടത്താൻ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഉണ്ടാകും എന്നുള്ളതിന്റെ സൂചനയാണ് ഈ സമരം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു MLA ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു നേതാക്കന്മാർ, ഇന്ന് കേരളത്തിലെ പൗരാണികമായി ഉണ്ടായിരുന്ന ഓഫീസ് കാണണമെങ്കിൽ ഇന്ന് കുന്നത്തൂരിലേക്ക് വരണം എന്നുള്ള ഒരു രീതിയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ പൗരാണികമായുള്ള ഓഫീസും പൗരാണികമുള്ള സാഹചര്യങ്ങളെ കണ്ടുപിടിക്കുന്നതിന് കുന്നത്തൂരിനെ തെരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അതുപോലെ തന്നെയാണ്
ഈ പൗരാണികമായ കാര്യങ്ങളെയൊക്കെ അതിന്റേതായ തനിമ നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ നമ്മുടെ MLA പ്രതിജ്ഞാബദ്ധമാണ്. അതിന്റെ ഭാഗമാണ് ഒരു പുതിയ ഓഫീസോ ആ ഓഫീസിൽ പുതിയ ജീവനക്കാരെ ഒന്നും കൊണ്ടുവരാതെ അതേപടി തന്നെ നിലനിർത്തി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴും MLAക്ക് നേരം എടുക്കാത്ത ഒരു കാലഘട്ടം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് കൂടിയാണ് ആ ജവഹർലാൽ നെഹ്റു ആണ് ഇപ്പോഴും പ്രധാനമന്ത്രി എന്നുള്ള കാഴ്ചപ്പാടാണ് നമ്മുടെ MLAക്കുള്ളത്. സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായി MLA ഇവിടെ 10-25 വർഷക്കാലം ഇവിടെ MLA ആയിരുന്നു. ഈ ഓഫീസിന് വേണ്ട സ്റ്റാഫുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് ഈ നാട്ടിലെ പ്രശ്നം പരിഹരിക്കുവാൻ, വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ശ്രദ്ധിക്കുവാൻ ഈ MLAക്ക് കഴിയുന്നില്ല. തീർച്ചയായും ഇത് പൊതുജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസ് പാർട്ടി നാളുകളിൽ ഈ ഓഫീസിന് മുന്നിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. ഇത് തിരുത്തപ്പെടേണ്ടത് തിരുത്തി, മാറ്റപ്പെടേണ്ടത് മാറ്റി മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ സമരത്തിന് മുന്നിൽ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്. അതിലെ എവിടെയെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ള സ്റ്റാഫ് പാർട്ടി ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഒരു ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ഞങ്ങളും വേണമെങ്കിൽ അതൊരു അംഗീകരിക്കാം. പക്ഷെ ആരാണ് ഇതിന്റെ ഉത്തരവാദി? ഇവിടെ താഴെ ജീവനക്കാരായി ശമ്പളം വഹിക്കുന്ന പോസ്റ്റൽ കയറുന്ന ആളുകളാണോ? അല്ല. കേരളത്തിൽ നമ്മുടെ ഇതിന്റെ വെള്ളാനകൾ കുറെ ആളുകൾ ഇരിപ്പുണ്ട്. ആ വെള്ളാനകൾ മേടിക്കുന്ന ശമ്പളം എത്രയാ? കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിൽ 18 ചീഫ് എഞ്ചിനീയർമാരാണുള്ളത്. എന്തിനാ? അവനെയൊക്കെ തീറ്റിപ്പറ്റുമ്പോ എന്തിനാ? എന്റെയും നിങ്ങളുടെയും കാശ്. ആ കാശ് ഒരു ദിവസം കറണ്ട് ചാർജ് മുടങ്ങിയാൽ വന്നിരിക്കുക. അവരെന്ത് വേണം? ഏമാന്റെ ഉത്തരവാണ്. ഏമാന്റെ ഉത്തരവിനെ അനുസരിക്കാൻ പലപ്പോഴും സാധ്യമാകത്തില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്, ജനങ്ങളെ ബോധ്യപ്പെടുന്നു. 5 ദിവസമായി പല പ്രദേശങ്ങളൊക്കെ ഇരുട്ടിൽ നിൽക്കുന്നു. അതിനെന്ത് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും? പരിഹാരം ജീവനക്കാരില്ലെന്നാണ് പറയുന്നത്. ഈ വെള്ളാനകളെ 18 ചീഫ് എഞ്ചിനീയർമാരെ വെട്ടിക്കുറക്കണം. അവൻ മേടിക്കുന്ന ശമ്പളം എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അത് ഇവിടുത്തെ താഴ് ജീവനക്കാരും അതിൽ മോശമല്ല. എന്റെ പിതാവ് ശാസ്താംകോട്ട സ്കൂളിലെ ടീച്ചറായിരുന്നു. അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഗോപാലൻ, അദ്ദേഹം 4ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. ആ 4ാം ക്ലാസ്സിൽ ഇലക്ട്രിസിറ്റിയിൽ വന്നു. പള്ളിശ്ശേരിക്കാരായിരുന്നു. അരവിന്ദർ ഇവിടെ നിൽപ്പുണ്ട്, നിസാർ നിൽപ്പുണ്ട്, മറ്റ് തുണ്ടിൽ ഔഷാദുണ്ട്, എല്ലാവരും ഉണ്ട്. 4ാം ക്ലാസ് പാസ്സാകാത്ത ഗോപാലൻ ഈ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്തത് ഏത് പോസ്റ്റിലാണ്? സബ് എഞ്ചിനീയർ പോസ്റ്റ്. 4ാം ക്ലാസ് പാസ്സാകാത്ത ഗോപാലൻ സബ് എഞ്ചിനീയർ പോസ്റ്റിലാണ് റിട്ടയർ ചെയ്യുന്നത്. ഗോപാലൻ റിട്ടയർ ചെയ്യുമ്പോഴുള്ള ശമ്പളം എത്രയായിരുന്നു? നിങ്ങൾ ആലോചിക്കണം. എന്തിന് ജനങ്ങളെ പിരിഞ്ഞെടുക്കുകയാണ് ഇലക്ട്രിസിറ്റി ബോർഡ്? ഓരോ മാസവും 1 യൂണിറ്റ് കറണ്ടിന് വർദ്ധനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് വിരോധാഭാസമാണിത്? കേരളം ഭരിക്കുന്ന മണ്ണുണ്ണികളായിട്ടുള്ള 10 മന്ത്രിമാർ. ഈ മന്ത്രിമാരെ പറ്റി ഞാനൊന്നും പറയുന്നു. പിണറായി വിജയൻ മുതൽ താഴോട്ട് ഒരു വകുപ്പുമില്ലാത്ത കടന്നപ്പള്ളി രാമചന്ദ്രൻ വരെയുള്ള മന്ത്രിമാർ ഏതാ? ആ മന്ത്രിമാരുടെ സ്ഥിതി എന്താ? എന്റെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്ന ചിത്രം. സഖാക്കന്മാർ ഇലക്ട്രിസിറ്റി ഓഫീസിനകത്തിരിക്കുന്ന സഖാക്കന്മാർ എന്ന് മനസ്സിലാക്കണം. സഖാവിന് ഇഷ്ടമുള്ളയാരായിരുന്നു? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടി കാൽനടയായി സഞ്ചരിച്ച് വയനാടിലെ ഒരു വീട്ടിനകം തന്തി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ
പാമ്പ് കടിയേറ്റ് മരിച്ച സഖാവ് എന്ന് പറഞ്ഞാൽ സഖാവ് കൃഷ്ണപിള്ള. ആ കൃഷ്ണപിള്ള ഉണ്ടാക്കിയ പ്രസ്ഥാനം പച്ചടി കിടന്ന് കാൽനടയായി സഞ്ചരിച്ച് ഈ കേരളത്തിന്റെ തെരുവീതികളിൽ കാൽനടയായി നടന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സംഘടിപ്പിച്ചെടുത്ത നേതാവായിരുന്നു എന്റെ മുന്നിൽ ഫോട്ടോയിലിരിക്കുന്ന സഖാവ് പി. കൃഷ്ണപിള്ള. ആ കൃഷ്ണപിള്ളയുടെ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. കള്ളക്കടത്തുകാരനും കള്ളനോട്ടക്കാരനും മാഫിയാക്കാരനും സ്വർണ്ണക്കടത്തുകാരനും ഒക്കെ വാഴുന്ന ഈ കേരളത്തിന്റെ മന്ത്രിസഭ കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇലക്ട്രിസിറ്റി ചാർജ് നമ്മൾ നോക്കണം. കഴിഞ്ഞ മാസം കൊടുത്ത ഇലക്ട്രിസിറ്റിയാണ് ഈ മാസം നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ആലോചിക്കണം. നമ്മളിത് ഒന്നും നോക്കാതെ കല്ല് നോക്കാതെ പറയുന്ന പണം കൊണ്ടടക്കുക. ഇത്ര ശുദ്ധതരമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഈ കേരള സംസ്ഥാനത്തുണ്ട് എന്ന് പറയുവാൻ അത്രമാത്രം ജനങ്ങളെ ദ്രോഹിക്കുന്ന, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വലിയ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ തിന്ന് കൊഴുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരില്ലെന്നാണ് പറയുന്നത്. ഞങ്ങളാണോ, നാട്ടുകാരാണോ എന്ന് കുറ്റക്കാർ? പാവപ്പെട്ട ജനങ്ങൾ ഒരു കറണ്ടില്ലാത്ത വീടുകൾ, ആ വീട്ടിൽ കറണ്ട് പോയിട്ട് അർത്ഥപദ്ധതിക്കാരായ ആളുകളുടെ വീട്ടിൽ കറണ്ട് പോയി 6-7 ദിവസമായി. നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം അങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ പറ്റി ആലോചിക്കണം. നിത്യോപയോഗ സാധനങ്ങളുണ്ടോ? നിത്യോപയോഗ സാധനങ്ങളൊക്കെ വാണം പോലെ പോച്ചു. ഇപ്പൊ അവസാനം എന്താ? സ്ത്രീ സുരക്ഷയ്ക്ക് അധികാരത്തിലെത്തിയ ഒരു ഗവൺമെന്റ്, സ്ത്രീകളുടെ മാനം സംരക്ഷിക്കാൻ അധികാരമേറ്റ ഒരു ഗവൺമെന്റ്, പിണറായി വിജയന്റെ ഗവൺമെന്റ്. സ്ത്രീകളുടെ മാനം സംരക്ഷിക്കാൻ മിസ്റ്റർ വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഏറ്റവും വലിയ വ്യവസായം എന്ന് പറഞ്ഞ കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സംസ്കാരശൂന്യനായ മന്ത്രി, ആ മന്ത്രി പറയുന്നു ഇതൊരു കുഴപ്പവുമില്ല, ആരുടെയും പരാതി വന്നിട്ടില്ല, അതുകൊണ്ട് കേസെടുക്കാൻ കഴിയില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നിൽക്കുന്നു. എനിക്കറിയാം, ഞാൻ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും വളയ്ക്കാൻ ശ്രമിക്കുന്നില്ല. കേരളത്തിലെ പോലീസ് ഇന്ത്യയിലെ പോലീസിലെ ഏറ്റവും മികച്ചതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റാന്വേഷണ വിദഗ്ധർ ഉള്ളത് സ്കോട്ട്ലൻഡ് യാർഡിലാണ്. ആ സ്കോട്ട്ലൻഡ് യാർഡിൽ പോയി പരിശീലനം സിദ്ധിച്ച ആളുകളുള്ള പോലീസ് സേനയാണ് കേരള പോലീസ്. പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, ഒരു എസ് പി എന്ന് പറയുന്ന ആ തോളിലുള്ള അദ്ദേഹത്തിന്റെ ചിഹ്നം കാശ് കൊടുത്ത് മേടിച്ചതല്ല, വിദ്യാഭ്യാസം കഴിവ് ആ പറയുന്ന 4ാം ക്ലാസ്സുകാരനായ വിദ്യാഭ്യാസമുള്ള IPS എന്ന് പറയുന്ന ഇന്ത്യൻ പോലീസ് സർവീസ് അതിലെ ടെസ്റ്റ് എഴുതി റാങ്ക് മേടിച്ച് പാസ്സായിട്ടുള്ള ഒരു SP വേദിയിൽ എത്തിക്കൊണ്ട് 4ാം ക്ലാസ് പോലും പാസ്സാകാതെ ചെറ്റക്കാരനായ ഒരു MLA അൻവർ PV അൻവർ, നിലമ്പൂരിലെ MLA, ആ SP യെ പറ്റി പറഞ്ഞിട്ട് കേസെടുക്കാൻ കഴിഞ്ഞോ? കേരള പോലീസിന് കഴിഞ്ഞില്ല, കഴിയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആ അൻവർ ഈ പിണറായി വിജയന്റെയും മകള് വീണ വിജയന്റെയും മാസപ്പണിക്കാരനാണ് എന്നുള്ള കാര്യം കൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഒരു പോലീസ് ഓഫീസറെ പരസ്യമായി അധിക്ഷേപിച്ച് നടപടി സ്വീകരിക്കാത്ത ആ ലജ്ജാകരമായ സംഭവം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. എനിക്കതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരോട് പറയാറുള്ളത്, ഇത് ഒരു സൂചനയാണ്. നാളെ മുതൽ ആരെങ്കിലും പാവപ്പെട്ടവൻ അങ്ങോട്ട് കറണ്ട്
ഒരു മാസത്തിൽ 15 ദിവസം മാത്രമേ ഇപ്പൊ കറണ്ട് കിട്ടുന്നുള്ളൂ ഈ സബ്ഡിവിഷൻ. ബാക്കി സമയങ്ങളിൽ പല പല കാര്യങ്ങളാ പേരുകളാ പറയുന്നത്. ടച്ച് വെട്ടുമ്പോൾ ഒരു ദിവസം, അവിടെ ട്രാൻസ്ഫോർമർ കേടായി അതിന് 2 ദിവസം. അങ്ങനെ ഓരോ മാസവും 10-15 ദിവസവും കറണ്ട് പോകുന്ന ഒരു സാഹചര്യം ഈ കുന്നത്തൂർ താലൂക്കിലുണ്ട്. ഈ കുന്നത്തൂർ താലൂക്കിൽ ചോദിക്കാനും പറയാനും ആളില്ല എന്ന് ഉദ്യോഗസ്ഥന്മാർ ധരിക്കരുത്. ഇവിടെ യാതൊരു കഴിവില്ലാത്ത MLA ആണ് നമുക്കുള്ളത്. ആ MLA പറ്റി ഞാൻ പറയുന്നില്ല. അതെ, MLA ഞാൻ അദ്ദേഹത്തെ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കും എന്ന് പറയുന്ന ഒരു MLA. എന്താ ആ MLA കൊണ്ട് ഒരു കാര്യവും നടക്കുന്നു? ഈ MLA വരുന്നതിന് മുമ്പ് തുടങ്ങിയത് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷൻ ഇപ്പുറത്തുള്ള നമ്മുടെ താലൂക്ക് ആസ്ഥാനം, അതിന്റെ മേൽനിലയിലെ പണി ഇദ്ദേഹം വരുന്നതിന് മുമ്പ് ആരംഭിച്ചത്. പൂർത്തീകരിച്ചിട്ടുണ്ടോ MLA? എന്തെങ്കിലും ചെയ്യാൻ ഈ നാട്ടിലെ റോഡിലൂടെ നടക്കാൻ കഴിയുമോ? വാഹനം ഓടിക്കാൻ കഴിയുമോ? ഈ നാടിന്റെ സ്ഥിതി എന്താണ്? ഇത്ര ദുസ്ഥിതിയുള്ള ഒരു നിയോജക മണ്ഡലം, കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്കുള്ള നിയോജക മണ്ഡലം കുന്നത്തൂർ നിയോജക മണ്ഡലം ഇത്ര അതപ്പറിച്ചു പോയല്ലോ എന്നോർത്ത് സഹതപിക്കുവാൻ മാത്രമേ നമുക്ക് കഴിയൂ. ആ ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലൊട്ടാകെ ഉള്ളത്. ഒരു ഡിപ്പാർട്ട്മെന്റിന് മാത്രമല്ല, ഇലക്ട്രിസിറ്റി മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഈ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നാഥനില്ലാൻ കളരിയായി, ആർക്കും ഒന്നും ചോദിക്കാൻ കഴിയാത്ത ഒരു കളരിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. എനിക്ക് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരോട് പറയാറുള്ളത്, ഇതിനകത്ത് ആളുകളെ അകത്ത് കയറ്റി ഒരു പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കരുത്. മാന്യമായി അവിടെ ഞങ്ങൾക്ക് ഇവിടെ അറിയേണ്ട കാര്യമില്ല. ഇവിടെ ജീവനക്കാരുണ്ടോ ഇല്ലയോ എന്ന് ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ജനങ്ങളുടെ അത്യാവശ്യ സർവീസാണ് ഇലക്ട്രിസിറ്റി. അത്യാവശ്യ സർവീസ്, ആ അത്യാവശ്യ സർവീസ് കൃത്യമായി കിട്ടാനുള്ള നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ഈ ആഫീസിനകത്തേക്ക് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ജാവയായി കടന്നു വരുമെന്ന് പറയുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞത് ചെയ്തിട്ടുള്ളവരാണ് കുന്നത്തൂരെ കോൺഗ്രസുകാർ, പറഞ്ഞത് ചെയ്തിട്ടുള്ളവരാണ് കുന്നത്തൂരിലെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസുകാർ. ഇവിടെ വന്നിട്ടുള്ള മറ്റാളുകളോടൊക്കെ ചോദിച്ചു നോക്കണം, കുന്നത്തൂരിലെ കോൺഗ്രസും കുന്നത്തൂരിലെ യൂത്ത് കോൺഗ്രസും ഒക്കെ ഏത് രീതിയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിനായിട്ടുള്ള പോരാട്ടം ശക്തമായി നാട് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് മാത്രം ഓർമ്മിപ്പിക്കുവാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഈ തന്നാൽപ്പമരം അത് സൂചനയാണ്. ആ സൂചന എല്ലായ്പ്പോഴും ഒരു മുദ്രാവാക്യത്തിന് മുന്നിൽ പറയുന്നതല്ല. സൂചന കണ്ട് പഠിക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ ഭവിഷ്യത്ത് വളരെ ഗുരുതരമായിരിക്കുമെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ റിസീവർ അങ്ങ് താഴ്ത്തും. എന്ത് നടപടി, എന്ത് മര്യാദയാണ്? ഇലക്ട്രിസിറ്റി ഓഫീസിൽ റിസീവർ എടുത്ത് താഴ്ത്തി ആളുകൾ അത്യാവശ്യം വിളിക്കുമ്പോൾ റിസീവർ മാറ്റിവെക്കുന്ന നടപടി അവസാനിപ്പിച്ചുകൊള്ളണമെന്ന്. ഇല്ല എങ്കിൽ ഇതിനകത്ത് രാത്രിയായാലും പകലായാലും ഇതിനകത്ത് കടന്നു വരും കോൺഗ്രസ് പ്രവർത്തകന്മാർ എന്നോർമ്മിപ്പിച്ചുകൊണ്ട്, അതിനുള്ള സാഹചര്യം ഒരുക്കരുത് എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഇവിടെ നിന്ന് നടത്തിയ ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.